ഹായ് പ്രിയ കൂട്ടുകാരെ, ഞാനിന്നിവിടെ ചേന കൊണ്ടൊരു കറി ഉണ്ടാക്കാനാണ് പോകുന്നത്. ഇപ്പോഴ് ചേനയുടെയും ചേമ്പിൻ്റെയും കാച്ചിലിൻ്റെയൊക്കെ സമയമാണല്ലോ. ഈ ഡിസംബർ മാസം എന്ന് പറയുന്നത് ഈ കായ്കളൊക്കെ കിട്ടുന്ന സമയമാണല്ലോ. അപ്പം നമുക്ക് ഈ ചേന കൊണ്ടൊരു കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു കഷ്ണം ചേന എടുത്തിട്ടുണ്ട്. എടുത്തിരിക്കുന്ന ചേന ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചെറുതായിട്ട് കഷ്ണങ്ങൾ മുറിക്കാം. ഞാൻ കയ്യിൽ ഗ്ലൗസ് ഇട്ടേക്കുന്നതിൻ്റെ കാരണം നമ്മൾ ചേന വെട്ടി മുറിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ വെള്ളം നമ്മുടെ കയ്യിൽ തെറിക്കുമ്പോൾ കൈ ചൊറിയാൻ സാധ്യതയുണ്ട്. അത് കാരണമാണ് ഞാൻ കയ്യിൽ ഗ്ലൗസ് ഇട്ടേക്കുന്നത്. പിന്നെ എല്ലാവരും ഗ്ലൗസ് ഇല്ലാത്തവരും കാണുമല്ലോ. അപ്പോൾ ഈ ഗ്ലൗസ് ഇല്ലാത്തവർ കയ്യിൽ നല്ല ഒരു പഴയ തുണി ഒന്ന് ചുറ്റി വെച്ചിട്ട് ചേന മുറിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. അത് ഏത് രീതിയിൽ ചെറിയ കഷ്ണങ്ങളാക്കിയാലും കുഴപ്പമില്ല. നമ്മുടെ ചേനയൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിനി കഴുകി ഒരു കുക്കറിലോട്ട് വെച്ച് കുക്കറിൽ 2 വിസിൽ കേട്ടാൽ മതി. കുക്കറിലല്ലാതെയും നമുക്ക് മറ്റ് പാത്രത്തിലും വെച്ച് വേവിക്കാം. അല്പസമയം പിടിക്കുമെന്നേ ഉള്ളൂ. ഇത് കുക്കറിലാകുമ്പോൾ 2 വിസിൽ കേട്ട ഉടനെ നമ്മുടെ ചേന റെഡിയായി കിട്ടും. ഈ ചേന ഇങ്ങനെ വെട്ടുമ്പോൾ ശകലം കറുത്തിരിക്കും. അതൊന്നും സാരമില്ല, അത് കഴുകുമ്പോൾ വൃത്തിയായിട്ട് മാറും. ഞാൻ അല്പം ചേന കൂടുതലെടുത്തതെന്ന് വെച്ചാൽ ഞാനിത് ഉടച്ചു വെച്ചിട്ട് എൻ്റെ സഹോദരങ്ങൾക്ക് കുറേശ്ശെ കൊടുക്കും. പിന്നെ ഇവിടെ PG ആയിട്ട് 2 പേരുണ്ട്. എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ചേന എടുത്തിരിക്കുന്നത്. ഇപ്പോഴേ ചേന വെട്ടിയതെല്ലാം ഒരു കുക്കറിലോട്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. 2 വിസിൽ കേട്ടാൽ മാത്രം മതി കേട്ടോ. അതായത് കുക്കറിൽ വെച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. 2 വിസിൽ വരുന്നത് വരെ വേവട്ടെ. ഇനി നമുക്ക് ഇത് എടുക്കുമ്പോൾ കയ്യിൽ ഗ്ലൗസോ തുണിയോ ഒന്നും തന്നെ വേണ്ട. ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞു. നമുക്കഥവാ ഗ്ലൗസും തുണിയും ഇല്ലാതെ ചേന വെട്ടുന്നവർക്കാണെങ്കിൽ കൈ ചെറുതായിട്ടൊന്ന് ചൊറിയും. ആ ചൊറിച്ചിൽ പെട്ടെന്ന് മാറണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? കുറച്ച് പച്ച വെളിച്ചെണ്ണ തേച്ചാലും മതി. അല്ല എന്നുണ്ടെങ്കിൽ പച്ച വെളിച്ചെണ്ണ തേച്ചില്ലെങ്കിൽ ആ ചെറിയ ചൊറിച്ചിലോടുകൂടി നമ്മൾ ഈ തീയുടെ ചൂടില്ലേ അതിലോട്ടൊന്ന് കൈ ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. നമ്മുടെ ആ ചൊറിച്ചിൽ നിമിഷ നേരം കൊണ്ട് അങ്ങ് മാറിക്കിട്ടും കേട്ടോ. നമ്മുടെ ചേന ഒരു വിസിൽ കേട്ട് കഴിഞ്ഞ് അടുത്തൊരു വിസിലും കൂടെ ആയി കഴിയുമ്പോൾ നമുക്ക് ചേനയുടെ പരുവായിട്ടുണ്ട്. ചില ചേനകൾ വേവാൻ പ്രയാസമായിരിക്കും. അപ്പോഴും ഒരു വിസിലും കൂടെ കേൾപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇത് നല്ല വേവുന്ന ചേന ആയതുകൊണ്ട് എനിക്ക് 2 വിസിൽ മാത്രം മതി. ഈ സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ അരപ്പുകൾ എടുക്കാം. ഞാനിപ്പോഴും കാണിച്ച ചേനയ്ക്ക് എടുത്തിരിക്കുന്ന തേങ്ങ ഇത്രയാണ്. അത് ഒരു വലിയ തേങ്ങയുടെ ഒരു മുറിയും കുറച്ചും കൂടെ എടുത്തിട്ടുണ്ട്. കാരണം ചേന കുറച്ച് കൂടുതലുള്ളത് കൊണ്ടാണ്. കുറച്ച് ചേന എടുക്കുന്നവർക്ക് കുറച്ച് തേങ്ങ എടുത്താൽ മതി, ആവശ്യാനുസരണം എടുത്താൽ മതി. ഇതിലിപ്പോൾ എത്ര അളവെന്നുള്ളത് നമുക്ക് തുല്യമായിട്ട് പറയാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ എടുത്ത ചേനയ്ക്ക് എടുത്തിരിക്കുന്നത് 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 7-8 ചെറിയ ഉള്ളി, 2 അല്ലി വെളുത്തുള്ളി ഞാൻ ഇതിന് ഒരുപാട് ചേർക്കാറില്ല. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും കൂടി നമ്മൾ അവിയലിന് അരയ്ക്കുന്ന അതേ പരുവത്തിൽ വേണം മിക്സിയിലിട്ട് അരച്ചെടുക്കുകയോ അമ്മിക്കല്ലിൽ വെച്ച് അരച്ചെടുക്കുകയോ ചെയ്യേണ്ടത്. അരച്ചിട്ട് നമുക്ക് കാണാം. ഇതാണ് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ചേനയിലേക്ക് ചേർക്കേണ്ട കൂട്ടുകൾ. നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ കൂട്ടും കൂടി ഒന്നിച്ച് ചേർത്ത് അരച്ചതാണ്. ഇത് ഞാൻ മിക്സിയിലിട്ടാണ് അരച്ചെടുത്തത്. അത് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ഇതിൽ ചേർത്തിട്ടുണ്ട്. ആ വെള്ളം കളയേണ്ട ആവശ്യം വരുന്നില്ല, അതും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മളെടുത്ത ചേന നന്നായിട്ട് വെന്തിട്ടുണ്ട്. 2 വിസിലാണ് കേട്ടിരിക്കുന്നത്. ഇതുപോലെ ചേന വെന്ത് കിട്ടും കേട്ടോ. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റിയേക്കാം. ഞാനൊരു ചെറിയൊരു കടായി പോലുള്ള ഒരു പാത്രത്തിലോട്ടാണ് മാറ്റുന്നത്. ഒരു തുള്ളി വെള്ളവും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ചേന വേവുമ്പോൾ നമ്മൾ ചേർത്ത വെള്ളം ഇതിൽ തന്നെ കാണാം. ആ വെള്ളം ഈ ചേനയിലോട്ട് ചേർക്കരുത് കേട്ടോ. ഇതുപോലെ വെള്ളം ഇല്ലാതെ തന്നെ ഊറ്റിയെടുക്കണം. ഇതിൽ നമ്മൾ ചെറിയൊരു കപ്പിന് വെള്ളം ഒഴിച്ച വെള്ളമൊക്കെ ഇതിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ. നമ്മൾ വേവിക്കാൻ ഒഴിച്ച വെള്ളം ഈ കുക്കറിൽ തന്നെ കിടപ്പുണ്ട് കണ്ടോ. ഈ വെള്ളം ഒട്ടും നമ്മൾ എടുക്കാൻ പാടില്ല. നമ്മൾ ഇതിപ്പോൾ പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അരച്ച് ചേർത്ത് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം.
അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ചേർക്കാം. ഇത്രയും വെള്ളം ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റിലെ ഈ ചേന വേവിച്ച വെള്ളം അല്ലെങ്കിൽ ചേന വേവിക്കുന്ന വെള്ളം ചേർക്കാറില്ല. ഈ അരപ്പിൻ്റെ ഈ വെള്ളം കൂടി അങ്ങ് ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് നേരം, അതായത് ഈ അരപ്പിൻ്റെ പച്ച മണം മാറുന്നത്, അരപ്പൊന്ന് ജസ്റ്റ് ഒരു വേകുന്നത് വരെ, അത് 5 മിനിറ്റ് വേണ്ടി വരത്തില്ല, അത് അടച്ച് വെച്ച് വേവിക്കാം. ഈ അരപ്പ് ചേർക്കുന്ന സമയം ഒരു 2 തണ്ട് കരിയേപ്പില കൂടി ചേർത്ത് കൊടുക്കണേ. ഞാനത് ആദ്യം ഇടാൻ മറന്നുപോയി. ഈ 2 തണ്ട് പച്ചക്കരിയേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വയ്ക്കും. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ അരപ്പൊക്കെ റെഡിയായി, അതിൻ്റെ ആവശ്യമായ രീതിയിലായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ഒന്ന് ജസ്റ്റ് സ്പൂൺ വെച്ചൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. തീരെ കുറച്ച് വേണം വെച്ചേക്കേണ്ടത്. നമ്മൾ വെള്ളം അധികം ചേർത്തിട്ടില്ലല്ലോ, ഈ മിക്സി ജാർ കഴുകിയ വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഞാൻ ചേർത്ത ഉപ്പ് അല്പം കുറഞ്ഞു പോയിട്ടുണ്ട്. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം കേട്ടോ. പിന്നെ ഈ സമയത്ത് കടുക് പൊട്ടിക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാനുണ്ട്. അതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ മതി. എണ്ണ ചൂടായി കടുകിട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇതാണ് നമ്മൾ ചേന ഉടച്ച് വെച്ചേക്കുന്നത്. ഈ പരുവത്തിനാണ് നമുക്ക് ചേന എടുക്കേണ്ടത് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് നോൺ വെജ് കഴിക്കുന്നവർക്കായാലും വെജിറ്റേറിയൻ ആയവർക്കും നന്നായിട്ട് കഴിക്കാവുന്നതാണ്. ഈ ചേന കറിയോടൊപ്പം ഒരു ഇഞ്ചിക്കറിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ആഹാരം കഴിക്കാൻ പറ്റും. ഇതിന് നമുക്ക് വേറെ മീൻ കറിയോ ഇറച്ചിക്കറിയോ ഒന്നിൻ്റെ തന്നെ ആവശ്യം വരുന്നില്ല. നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ മൂത്ത് വരുന്നുണ്ട്. ഈ സമയത്ത് 5-6 വറ്റൽ ചേർത്ത് കൊടുക്കാം. കരിവേപ്പില ചേർക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തേക്കാം. ഇതിലേക്ക് ഒഴിച്ച് ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ചേക്കാം. നമ്മുടെ ചേന ഉടച്ചത്, ഞങ്ങൾ ഇവിടെ ട്രിവാൻഡ്രത്ത് പറയുന്നത് ചേന ഉടച്ചതെന്നാണ് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ കുഴയെന്ന് പറയാറുണ്ട്, ചിലയിടങ്ങളിൽ പറയുന്നത് ചേന ഇളക്കിയതെന്ന് പറയാറുണ്ട്. എന്തായാലും ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ചേന ഉടച്ചതെന്നാണ്. അങ്ങനെ നമ്മുടെ ചേന ഉടച്ചത് റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇത് ശ്രമിക്കുക. ഇത് എളുപ്പമുള്ള ഒരു കറിയാണ് കേട്ടോ. എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത് ജസ്റ്റ് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും എണ്ണ കിട്ടുന്നതിന്, ഈ വറുത്തത് കിട്ടുന്നതിന് വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് എൻ്റെ വീട്ടിൽ PG ആയിട്ട് പാലക്കാട്ടുള്ളവരുണ്ട്, സൂപ്രണ്ടുമാരാണ്. അവർ പറയുന്നത് അവരെ നാട്ടിലിങ്ങനെ ഇതുവരെയും വെച്ചിട്ടില്ല. ഇനി നാട്ടിൽ പോയിട്ടൊന്ന് വെച്ച് നോക്കും. ഇതുവരെയും ചേന കൊണ്ട് ഇങ്ങനെ പുഴുക്ക് പുരട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ചേന പുഴുക്കെന്നും പറയാറുണ്ട് കേട്ടോ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. എല്ലാവരും വെക്കണം കേട്ടോ. എളുപ്പമുള്ള കറിയാണ്.